ഹലോ നമസ്കാരം. ഭാവന സുട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭാവന സന്ദീപ്. ഇന്നത്തെ റെസിപ്പി പഴം ചുരുട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതേപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പരുവം മതി കേട്ടോ. നമുക്കത് വാങ്ങി വയ്ക്കാം. ഞാനിവിടെ 5 ബ്രെഡിൻ്റെ സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. അരികൊക്കെ വെട്ടിക്കളഞ്ഞു, ഹാർഡായിട്ടുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഈ സെൻട്രൽ പോർഷൻ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ പരത്തി 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗളിനകത്ത് 1 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു സ്ലൈസ് ബ്രെഡ് വയ്ക്കുക. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ബീറ്റ് ചെയ്തത് 2 സൈഡിലും തേച്ച് നന്നായിട്ട് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് നമ്മളിത് നന്നായിട്ട് റോൾ ചെയ്ത് എടുക്കുക. ഈ ഒരു പരുവത്തിന് കേട്ടോ. അങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കട്ടെ. ഒരു പാൻ വയ്ക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടായി വരട്ടെ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചുരുട്ടിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ മിശ്രിതം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. നമ്മളിപ്പം ചുരുട്ടി വെച്ചിരിക്കുന്ന പഴം ചുരുട്ടിലേക്ക് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഈ എഗ്ഗിൻ്റെ മിശ്രിതം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയിൽ വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. അങ്ങനെ ഒരു 3 മിനിറ്റ് മുരിച്ചെടുത്തതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ 4 സൈഡും നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഓരോരോ സൈഡും നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പഴഞ്ചുരുട്ട് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു പരുവത്തിൽ നമുക്ക് പഴഞ്ചുരുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. കുറച്ച് സിനമൺ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുരുട്ടൊന്ന് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ പഞ്ചസാര മിശ്രിതം കോട്ട് ചെയ്ത് വരുന്നവരെയും റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്നും റോൾ ചെയ്തെടുക്കുക കേട്ടോ. നോക്കൂ, നമ്മുടെ പഴം ചുരുട്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന പഴം ചുരുട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.